ഗുഡ് മോർണിംഗ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നുള്ളത് ഇപ്പോൾ ബാക്കുവിലാണ്. ബാക്കുവിൽ നമ്മുടെ 4ാമത്തെ ദിവസമാണ്. ഇന്ന് കാലത്ത് 9 മണിയായി. ഇപ്പോൾ 9 മണിക്ക് നമ്മളിവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. ഇവിടുന്ന് 250 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓണാക്കി വെക്കുക. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്നത് കബാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടുന്നാണ് നമ്മൾ ലഞ്ച് കഴിച്ചത്. മലയാളിയുടെ ഹോട്ടലുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്കമാലിക്കാരനാണ്, ദുബായിൽ സെറ്റിലായിട്ടുള്ള ഒരു അങ്കമാലിക്കാരൻ്റെ ഹോട്ടലാണ്. നേരെ കാണുന്ന ആ ഒരു അതിൻ്റെ മുകളിലേക്കാണ് നമുക്കിനി പോകാനുള്ളത്. 2 മണിക്കൂറും കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജോർജിയ എത്തും. ജോർജിയൻ്റെ ബോർഡർ ഇവിടുന്ന് 2 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ജോർജിയ ബോർഡറാണ്. അസർബൈജാന്റെ ഒരു ബോർഡറിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. അസർബൈജാന്റെ ഹിൽ സ്റ്റേഷനായിട്ടുള്ള കബാല എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് ബാക്കിൽ കാണുന്ന ആ കേബിൾ കാറിൽ ബാക്കിൽ നിങ്ങൾക്ക് കാണുന്ന ഈ കേബിൾ കാർ ഇട്ട് നമ്മൾ നേരെ ഇതിൻ്റെ മുകളിലേക്ക് പോകാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ കാണുന്ന ആ രീതിയിൽ നമ്മൾ കേബിൾ കാറിൽ അതിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി പോവാണ് കേബിൾ കാറിൽ. അപ്പോൾ നമ്മളിതിപ്പോൾ നിൽക്കുന്നത് കബാല അസർബൈജാനിലെ ഹിൽ സ്റ്റേഷനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അസർബൈജാൻ്റെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. ബാക്കു സിറ്റിയിൽ നിന്ന് ഏകദേശം 6 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റും.
കോട കൊണ്ട് ശരിക്കും ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. തൊട്ടടുത്തുള്ളത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, വിട്ടുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ എന്ന് പറയാം, തണുപ്പ് എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും -डिग्री എന്ന് പറയാം. ആ രീതിയിൽ അത്രക്കും കറക്റ്റായിട്ട് അറിയില്ലെങ്കിലും ഏകദേശം ഒരു ഇത് ഞാൻ പറഞ്ഞതാണ്, അത്രത്തോളം തണുപ്പാണ്. പിന്നെ 2 കേബിൾ കാർ കയറിയിട്ടാണ് ഈ ഒരു മൗണ്ടെയിനിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതൊക്കെ ഒന്ന് കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇൻഡസ് വേ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കിത് കാണാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ നമ്മൾ മൗണ്ടെയിൻ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ബസ്സിൻ്റെ അടുത്ത് എത്തി. അസാധ്യമായിട്ടുള്ള ക്ലൈമറ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട്. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഇതൊക്കെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ്, ഒരു മഹാഭാഗ്യം തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും സൂപ്പർ എക്സ്പീരിയൻസ്, ഒന്നും പറയാനില്ല.